ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ്. അതിലെ മന്ത്രിയാണ് ശ്രീ KV ഗണേഷ് കുമാർ എന്ന കാര്യം അദ്ദേഹം ഇടയ്ക്ക് മറന്നുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ കാര്യം കൊണ്ടാണ്. നോക്കൂ, എന്തെല്ലാം കാര്യമാണ് ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് അദ്ദേഹം ചെയ്ത്. നിങ്ങൾ നോക്കൂ, ഒന്ന് നമ്മുടെ മുദ്രാവാക്യം, പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഫെബ്രുവരി 21-ന് അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി. ആ സർക്കുലർ പിൻവലിക്കണം. എന്തുകൊണ്ട്? ആ സർക്കുലർ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമായിട്ട് ഉണ്ടാകൂ എന്നുള്ള സ്ഥിതിയാണുള്ളത്. ഇവരാരും മുതലാളിമാരല്ല, ഡ്രൈവിംഗ് സ്കൂളിന്റെ ജീവനക്കാർ തന്നെയാണ് ഇതിന്റെ മുതലാളിയുടെ തൊഴിലാളി. വേറെ വ്യത്യാസമൊന്നുമില്ല. അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയത്. ഞാൻ പല ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ടു. ഈ സർക്കുലറിന്റെ അനിവാര്യത എന്താണ്, ഈ സർക്കുലറിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അതിലൊരാൾ പ്രധാനപ്പെട്ട, ഞാൻ പേര് പറയുന്നത് ശരിയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഇത് തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ മന്ത്രി പറഞ്ഞാൽ എങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദിച്ചത്. അപ്പൊ വേറെ വിശദീകരണം ഇക്കാര്യത്തിൽ വേണ്ടല്ലോ. അങ്ങനെ നടപ്പിലാക്കാൻ നിർദ്ദേശം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മന്ത്രിയെ നിയന്ത്രിക്കാൻ ഈ തൊഴിലാളി സംഘടനകൾ വിചാരിച്ചാൽ കഴിയും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ സമരം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമരം ഒന്നാം ഘട്ട സമരമാണ്. ഇത് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 3-ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കുള്ള മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ സുഖിച്ച് വീട്ടിലിരിക്കണ്ട, ഞങ്ങളുടെ ശബ്ദം എന്താണെന്ന് കേൾക്കണം. ഇവിടുന്ന് കേൾക്കുന്നില്ലെങ്കിൽ, ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് കേൾക്കുന്നില്ലെങ്കിൽ അത് വളരെ നന്നായി തന്നെ കേൾപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. മൂന്നാം ഘട്ട സമരം ഗതാഗത മന്ത്രിയാണെങ്കിലും അങ്ങനെ വലിയ ഗതാഗതം നടത്തണ്ട, അദ്ദേഹത്തിന്റെ വണ്ടികൾ തടയാൻ, അദ്ദേഹം യാത്ര ചെയ്യുന്ന വണ്ടി തടയാനാണ് തീരുമാനിച്ചത്. ഇത്തരത്തിൽ തന്നെയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമര പരിപാടികളിലേക്ക് തൊഴിലാളികളെ എത്തിക്കരുത്. എളമേലക്കരയും CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹത്തിനോട് എല്ലാ കാര്യവും അത് ശരിയാണ്, ചെയ്യാം എന്ന് പറഞ്ഞാണ്. പക്ഷെ ചെയ്ത് ഇങ്ങനെയാണ്. ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ ചെയ്ത് ഈ തരത്തിലാണ്. ഇത് എങ്ങനെ ഈ തൊഴിലാളികൾക്ക് സഹിക്കാൻ കഴിയും? ഇപ്പൊ ഉണ്ടാകുന്ന മറ്റൊരു സ്ഥിതിവിശേഷം എന്താ? ഈ മേഖലയിൽ കോർപ്പറേറ്റുകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും ഡ്രൈവിംഗ് സ്കൂളുകൾ പൂർണ്ണമായും റിലയൻസിന്റെ കയ്യിലാണ്. കേന്ദ്ര ഗവൺമെന്റ് റിലയൻസിനെ ഇക്കാര്യത്തിൽ നിയോഗിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പല ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള പല മേഖലകളും ഇപ്പൊ റിലയൻസിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റിലയൻസിന്റെ ചില സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. പുതിയ നിയമം അനുസരിച്ച് ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം വേണം. അത് വാങ്ങിക്കാൻ കാശ് കണ്ടെച്ചപ്പോ ഈ പണിക്ക് വരണം. അപ്പോ അങ്ങനെ സ്ഥലം വാങ്ങിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ കഴിയില്ല. ആ സ്ഥലം നൽകേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. എവിടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത്, എവിടെയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ടത്, അതിനാവശ്യമായ സ്ഥലം
ഈ ഉത്തരവിട്ട മന്ത്രി തന്നെ കാണിച്ചു തരണം, അത് വാങ്ങിച്ചു തരണം. അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് വരും. അത് അംഗീകരിക്കാൻ കഴിയില്ല, ഇവരെ പട്ടിണിക്കിടാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഉത്തരവ് പിൻവലിക്കണം. പിന്നെ ഇപ്പോ ലേണിംഗ് ടെസ്റ്റിന്റെ ഡേറ്റ്, അത് ഡേറ്റിന്റെ സ്ലോട്ട് അത് 30 വെട്ടിക്കുറച്ചിരുന്നു. 30 തന്നെ പാടൂ എന്നാണ് പറയുന്നത്. അത് പിൻവലിച്ച് പഴയപടി തന്നെ നടത്താൻ കഴിയണം. അതുപോലെ നിലവിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടുകൾ അത് ഞാൻ സൂചിപ്പിച്ച പോലെ മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഏറ്റെടുത്ത് അതിനുള്ള വിപുലീകരണം നടത്തിയതിനു ശേഷം ഈ പരിഷ്കാരങ്ങളെല്ലാം നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ സ്ഥലമൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളാനാവുന്നത്. സ്ഥലം കണ്ടെത്തലൊക്കെ നിങ്ങളുടെ പണിയാണ്, അത് നിങ്ങൾ നോക്കിക്കോളൂ എന്നാണ് മന്ത്രി പറയുന്നത്. അതൊന്നും നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ അറിയിക്കുന്നു. ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മന്ത്രിക്ക് വളരെ സുഗമമായി കേരളത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അത് അടക്കം ഞങ്ങളെ യാത്രാ വാഹനം അടക്കം ഞങ്ങൾക്ക് തടയേണ്ടി വരും എന്ന കാര്യം എന്താ ചെയ്യാൻ പറ്റും? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, അത്രയും ഉള്ളൂ. പോലീസിനെ കണ്ട് പേടിച്ച് തോക്ക് കണ്ട് പേടിച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഉണ്ടാവില്ല. അത്തരം നിരവധി തോക്കുകളും നിരവധി ലാത്തികളും ഇതെല്ലാം കണ്ട് പേടിപ്പിച്ചും അതിന്റെ വെടിയുണ്ടകൾ നെറ്റിലേറ്റിയും അങ്ങനെയാണ് ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CITU പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പോഴും നിരവധി പേർ പല സ്ഥലത്തും BJP ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരായിട്ട് പല സ്ഥലത്തും അടിയേറ്റ്, പല സ്ഥലത്തും കൊല ചെയ്യപ്പെട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ വാർത്ത നമുക്ക് ഇവിടെ കിട്ടില്ല. വാർത്ത കിട്ടണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു വാർത്താ മാധ്യമമുണ്ട്, ഇന്റർനാഷണൽ, സർവ്വദേശീയം. അത് പതുക്കെ നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്താ ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ കഴിയുന്നത്. സാധാരണക്കാർക്ക് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. മാധ്യമങ്ങളിൽ വലിയൊരു ശതമാനം ഷെയർ, ആ ഷെയറുകൾ വാങ്ങിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ മാതൃഭൂമിയിലടക്കം അതിന്റെ ഷെയറുകൾ വാങ്ങിക്കാൻ അവർ തയ്യാറായി. അങ്ങനെ ഷെയറുകൾ വാങ്ങിച്ചുകൊണ്ട് ഇത്തരം വാർത്തകളടക്കം തമസ്കരിപ്പിക്കാനും അതുപോലെ തന്നെ ഈ വാർത്തകളൊന്ന് റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് BJP സർക്കാർ. പക്ഷെ ആരെന്ത് ശ്രമിച്ചാലും ശരി, ഇപ്പൊ അറിയാമല്ലോ, ഇപ്പൊ നടക്കുന്ന സമരങ്ങൾ ഓരോന്ന് നോക്കൂ. 300 ദിവസം നീണ്ടു നിന്ന കൃഷിക്കാരുടെ സമരം, ആ സമരം എങ്ങനെയായിരുന്നു? അവസാനം ഗവൺമെന്റിന് അതിന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നു. എഗ്രിമെന്റ് ഉണ്ടാക്കി മോദി. പക്ഷെ എഗ്രിമെന്റ് ഉണ്ടാക്കിയാലും ഇപ്പോ കാണുന്ന ആ എഗ്രിമെന്റിൽ പലതും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.